എൻ്റെ ഒരു ഗതികേട് നോക്കണേ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും ഒക്കെ ഓവർനൈറ്റ് ഓട്സ് കഴിക്കേണ്ട അവസ്ഥയാണ്. എന്താണെന്നല്ലേ, ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എനിക്ക് ചേട്ടന് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് എണീക്കാൻ ലേറ്റായി, സ്വാഭാവികം തിക്കും തിരക്കും ഇട്ടിട്ട് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് വെറുതെ കളയണ്ടല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, പിന്നെ ഹെൽത്തി ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ ലഞ്ചിനും അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കഴിച്ച് എൻ്റെ ചെരുപ്പ് ഉണങ്ങാൻ വെച്ചത് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നമ്മുടെ സാരഥി എടുത്തിട്ട് ഇറങ്ങാണ് കേട്ടോ. ആമീനെ പിക്ക് ചെയ്യാൻ പോവുക. എനിക്ക് ഇന്ന് ഓഫ് ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ ആമയ്ക്ക് ഭയങ്കര വാശി, അമ്മ തന്നെ വന്ന് പിക്ക് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ബസ്സിന് വരുന്ന ആളാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, വല്ലപ്പോഴും ഒരു ആഗ്രഹം പറയണതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. ഇതാണ് ആമയുടെ സ്കൂള്. കുറേ ചിടുങ്ങാമണികളെ കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആമിക്കുട്ടീനെയും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. വന്ന പാടെ തന്നെ പറമ്പിലോട്ട് ഓടിയിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ പൂത്തിട്ട് കുറേ കായകൾ കൊഴിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വാരിയെടുക്കുകയാണ്. അങ്ങനെ ആമയുടെ യൂണിഫോമൊക്കെ മാറ്റി അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായയും സ്നാക്സൊക്കെ കഴിച്ച് കുറേ നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. മിക്കവാറും ദിവസം ആമീനെ എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ ഞാനിവിടെ ഇങ്ങനെ കയറി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ആമി ചക്കയ്ക്ക് പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, പിടിയൻ ചക്ക. ഞാൻ മിക്കവാറും ദിവസം വീട്ടിൽ പോകുമ്പോഴൊക്കെ ചോടാക്കാൻ പറ്റുന്നതൊക്കെ ചോടാക്കാറുണ്ട്. എന്തൊക്കെ കിട്ടും കറി വെക്കാനായിട്ട്. എന്നും നമ്മൾ ഇടിയൻ ചക്ക, ഒരു കുഞ്ഞിടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ പുളിയൂർമാങ്ങ കുറേ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയുടെ. നമ്മുടെ ഈ വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടം പോലെ ഇരുമ്പമ്പുളി ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറേ ചള്ള് നോക്കി പൊട്ടിച്ചെടുത്തു. നമുക്ക് അച്ചാറിടാലോ. എനിക്കാണെങ്കിൽ ചില കറികൾ ഇഷ്ടമില്ലാത്ത സമയത്ത് എന്തെങ്കിലും തൊട്ട് നക്കാനായിട്ട് വേണം. ഇതാവുമ്പോൾ നല്ല ചള്ള് ഇരുമ്പമ്പുളി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അച്ചാറൊക്കെ സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുറത്ത് എന്തായാലും നല്ല വെയിലുണ്ട്. എൻ്റെ ചെരുപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, ഉണങ്ങി കിട്ടുന്ന ഉറപ്പായി. ഇനി നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഈ അടുത്ത് ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ്. ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നല്ലപോലെ പോവും. ഇതിൻ്റെ കൂടെ ഒരു ഭംഗിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നെക്ക് പീസുകൾ വാങ്ങിയിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ പറയും, പക്ഷേ ഇതൊക്കെ ഞാനും യൂസ് ചെയ്യും കേട്ടോ. പിന്നെ സ്റ്റാർ ഫിഷിൻ്റെ ഒരു പെൻഡൻറ്റ് വരുന്ന ഒരു നെക്ക് പീസ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കളർ പോകാത്ത ഐറ്റംസ് ആണ് കേട്ടോ. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ കൂടുതൽ നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു തവണ ഇട്ട് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് വാഷ് ചെയ്യാം. നമ്മുടെ വിയർപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ പോണത്. അപ്പോൾ ജസ്റ്റ് വാട്ടർ വെച്ച് കഴുകിയ ശേഷം നല്ല കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് എടുത്ത് വയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒട്ടും കളർ പോയില്ലാന്ന്. നമുക്ക് അങ്ങനെ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ആൻറ്റി ടേർണിഷ് ആയിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ചിടുങ്ങ് ഐറ്റംസൊക്കെ വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.